കളങ്കാവൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും വിനായകനെയും കൂടാതെ മറ്റൊരു സൂപ്പർ താരവും വെളിപ്പെടുത്തി ചിത്രത്തിന്റെ സംവിധായകൻ. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. മലയാള സിനിമാ പ്രേമികർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് കളങ്കാവൽ. നവാഗത സംവിധായകനായ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും വിനായകനുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഈ കൂട്ടുകെട്ട് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റും. എന്നാൽ വിനായകന് മുന്നേ ചിത്രത്തിൽ ആലോചിച്ചത് മറ്റൊരു പ്രധാന താരത്തെയായിരുന്നെന്ന് സംവിധായകൻ പറയുന്നു. വിനായകന് മാത്രമല്ല, മമ്മൂട്ടിക്ക് മുൻപ് ചിത്രത്തിന്റെ ഭാഗമാകാൻ താൻ സമീപിച്ചത് ആ താരത്തെയായിരുന്നെന്ന് ജിതിൻ കെ ജോസ് പറയുന്നു. മോസ്കോ ബസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജിതിൻ കെ ജോസ്. ചിത്രത്തിന്റെ താരനിർണയത്തിന്റെ ഭാഗമായി താൻ ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെ ആയിരുന്നെന്നാണ് ജിതിൻ കെ ജോസ് പറയുന്നത്. കളങ്കാവലിനായി ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെയാണ്. 1-2 ദിവസമെടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് കഥ പറഞ്ഞത്. പൃഥ്വിരാജിന് താല്പര്യമായിരുന്നു ഈ ചിത്രത്തിൽ. പൃഥ്വിരാജാണ് മമ്മൂക്കയിലേക്ക് കൂടി പോയി നോക്കാനുള്ള സജഷൻ പറയുന്നത്. ആൻഡ്രൂ ജോസഫ് വഴി മമ്മൂക്കയിലേക്ക് എത്തി. മമ്മൂക്കയ്ക്ക് താല്പര്യം വന്നപ്പോൾ ഇതൊരു മമ്മൂട്ടി പ്രൊജക്ട് എന്ന രീതിയിലേക്ക് മാറി. അന്ന് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരുന്ന കുറച്ച് പ്രൊജക്ടുകൾ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം എന്ന ധാരണയിലേക്ക് എത്തി. കണ്ണൂർ സ്ക്വാഡിനൊക്കെ മുൻപാണ് മമ്മൂക്കയോട് ഈ കഥ അവതരിപ്പിക്കുന്നത്. എന്നാൽ ചിത്രം ഒഫീഷ്യലി 2 പ്രധാന കഥാപാത്രങ്ങളാണ് ചിത്രത്തിലുള്ളത്. അതിൽ ഒന്ന് പൃഥ്വിക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റിന്റെ പ്രശ്നം വന്നു. അങ്ങനെ മറ്റ് പല ഓപ്ഷനുകളെ കുറിച്ചും ആലോചിക്കുന്നതിനിടെ മമ്മൂക്ക തന്നെയാണ് വിനായകന്റെ കാര്യം പറഞ്ഞത്. വിനായകൻ മുന്നേ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള കഥാപാത്രമാണ് ഇത്. അത് നല്ലൊരു തീരുമാനമായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു, ജിതിൻ കെ ജോസ് പറയുന്നു. സിനിമയുടെ ചിത്രീകരണത്തിൽ 45 to 50 ദിവസമാണ് വേണ്ടിവന്നതെന്നും സംവിധായകൻ പറഞ്ഞു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശങ്ങളായിരുന്നു ലൊക്കേഷനുകൾ. തിരുവനന്തപുരത്തും നാഗർകോവിലിലും കന്യാകുമാരിയിലുമൊക്കെ സിനിമ. ഒരു പക്ഷേ പൃഥ്വിയോട് കഥ പറഞ്ഞ അവസരത്തിൽ പൃഥ്വിയായിരുന്നു ഈ ചിത്രത്തിലെ നായകനെങ്കിൽ എങ്ങനെയായിരിക്കും? മമ്മൂട്ടിക്ക് മികച്ച ഒരു വശം നഷ്ടമായിരുന്നെന്നെ. മമ്മൂട്ടിയുടെ സ്ഥാനത്ത് പൃഥ്വിരാജാണ് നായകനായി എത്തുമെങ്കിൽ ഇത്രയും പ്രതീക്ഷ ഈ ചിത്രത്തിന് ലഭിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ചിത്രത്തിൽ നായക സ്ഥാനത്ത് ഏറ്റവും യോഗ്യൻ മമ്മൂട്ടിയോ അതല്ലെങ്കിൽ പൃഥ്വിരാജോ? വിനായകന്റെ സ്ഥാനത്ത് പൃഥ്വിരാജായിരുന്നെങ്കിൽ ഒന്നുകൂടി ഈ ചിത്രത്തിന് മൈലേജ് ലഭിച്ചേനെ. വിനായകൻ മോശമില്ല എന്നല്ല പറയുന്നത്. അയ്യപ്പനും കോശിയും ഒക്കെ പറഞ്ഞതാ നമ്മൾ കണ്ടതാണ്. അതുപോലെ മികച്ച ഒരു മമ്മൂട്ടി പൃഥ്വിരാജ് കോംബോയിൽ ഒരു ചിത്രം നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ഒരു പക്ഷേ ഈ പ്രതീക്ഷകളൊക്കെ ഏറെയായിരിക്കും മമ്മൂട്ടിയും വിനായകനും തമ്മിലുള്ള കോംബോ. എന്തായാലും ചിത്രം റിലീസ് ചെയ്യാൻ ഇനി മാസങ്ങളെ ബാക്കിയുള്ളൂ. 2 മാസങ്ങൾക്കുള്ളിൽ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒഫീഷ്യലായി ചിത്രത്തിന്റെ ഡേറ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മിക്കവാറും ഒക്ടോബർ 9-ാം തീയതി ആയിരിക്കും ചിത്രം റിലീസ് ചെയ്യുക. മമ്മൂട്ടിയും വിനായകനും തമ്മിലുള്ള കോംബോ മികച്ചതായ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത് മുതൽ മമ്മൂട്ടിയുടെ വ്യത്യസ്തതയാർന്ന അഭിനയം കാണാൻ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. നിങ്ങളിൽ എത്ര പേർ കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ വേറിട്ട അഭിനയം കാണാൻ കാത്തിരിക്കുന്നു? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.